നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിയുടെ അരിയിലേക്ക് ശ്രുതി ചെല്ലുവാണ്. ശ്രുതി എന്നിട്ട് പറഞ്ഞു, അല്ല നിന്റെ ഇളയച്ചൻ എന്താ ഇത്ര പെട്ടെന്ന് വിളിച്ചെന്ന് ചോദിക്കുക. അതെന്താ ശ്രുതി അങ്ങനെ? അല്ല, അങ്ങനെ വിളിക്കാൻ വഴിയുള്ള അല്ല, ഇത്രയും കാലമായിട്ടും വിളിച്ചില്ലോ, പെട്ടെന്ന് വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണ. അത് പിന്നെ ഇളയച്ചന് വിളിക്കാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചായിരിക്കും എന്ന് പറയണ. അല്ല, നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഉടനെ അധികം വൈകാതെ തന്നെ എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും, നിന്നെ കാണാനല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എന്തേലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. അല്ല അതറിയില്ല, എന്നെ കാണാൻ പെട്ടെന്ന് വരുമെന്നൊന്നും അറിയില്ല എന്ന് പറയണം. അത് അച്ഛനോട് എന്ത് തന്നെ ചോദിച്ചാലും അറിയുള്ളൂ പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് നിന്റെ അച്ഛൻ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് നിന്റെ ഇളയച്ചൻ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് തന്നെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല ഇളയച്ചൻ അങ്ങനെ പറഞ്ഞ അച്ഛൻ അറിയുന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല നിന്റെ ഇളയച്ചൻ പറഞ്ഞല്ലോ നിനക്ക് പൈസ തന്നെ നിന്റെ അച്ഛനാന്നുള്ള കാര്യം. അല്ല ശരിക്കും പറഞ്ഞാൽ നീലമയല്ലേ പൈസ തന്നെ, പിന്നെ അദ്ദേഹം അങ്ങനെ ഈ കാര്യം അറിഞ്ഞെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. ശ്രുതി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല നിന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ലോ, ആദ്യമായിട്ടല്ലേ ഇന്ന് വിളിക്കുന്നേ, അതുകൊണ്ട് ഞാൻ ചോദിച്ച ആ കാര്യങ്ങളൊക്കെ പിന്നെ നിന്റെ ഇളയച്ചൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കണം. അത് പിന്നെ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഓ അങ്ങനെയാണല്ലേ. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് ശ്രുതി മീരയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നുവെച്ചിട്ട് മീര വെച്ച് എങ്ങനെയായ കാര്യങ്ങളൊക്കെ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ രേവതി ഇളയച്ചനാന്നും പറഞ്ഞ ആ ബീരാനെ എങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ തീർന്നേനം. കഷ്ടിച്ച തലനാഴിരിക്കാൻ രക്ഷപ്പെട്ടെ. തൽക്കാലത്തേക്ക് വീട്ടുകാരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊന്നും അറിയില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു, അതെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം അറിയാലോ, നിന്റെ ചതി എങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം കട്ടപ്പുകയാവും, പിന്നെ എന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബീരാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബീരാനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, താങ്ക്സ് കേട്ടോ ഏട്ടാന്ന് പറയണം. താങ്ക്സ് എന്തിനാ? അല്ല കൃത്യസമയത്ത് ഇന്നലെ ഫോൺ വിളിച്ചോണ്ടേ, അല്ല ഞാൻ പെട്ടുപോയനും. രേവതിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, രേവതി കണ്ടത് നിങ്ങളെയാണോ എന്നുള്ള കാര്യത്തില്. ഈ സമയത്ത് ബീരാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സംശയം മാറിയില്ലേ? അതെ, വീഡിയോ കോൾ വിളിച്ചപ്പോൾ ആ സംശയം മാറി, കാരണം ഗൾഫിലെ സെറ്റിങ്സ് ഒക്കെ അല്ലായിരുന്നു ചോദിക്കണം. അത് കേട്ടിഞ്ഞപ്പോൾ മീര പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന്റെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബീരാൻ പറഞ്ഞു, അതെ അവിടെ ഒരു പച്ച കട്ടൻ അങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൾഫിലെ സെറ്റപ്പാ, അവിടെ നിന്ന് ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല എന്ന് പറയണം. എന്തായാലും കൊള്ള അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ബീരാൻ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ? എത്ര കാലം ഇങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? എപ്പോഴാണെങ്കിലും ഒരു നാള് എന്തെങ്കിലും പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ എന്തോ വലിയൊരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. മീരയോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം വാത്സല്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നത് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, പേടിക്കണ്ട, ആ കാര്യം ഓർത്ത് ടെൻഷനൊന്നും എടുക്കണ്ട, ഞാനത് വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയണം. അങ്ങനെയാണെ കുഴപ്പമില്ല, പിടിക്കപ്പെട്ട തീർന്നെന്ന് പറയണം. പിന്നീട് വർഷ വീട്ടിലേക്ക് വന്നിങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വന്നപ്പോൾ ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ ഉള്ളവരൊക്കെ എന്തേന്ന് ചോദിക്കാം. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രം ഇപ്പോൾ ഉള്ളെന്ന് പറയണം. മാത്രമുള്ളോ? ആഹാ കൊള്ളാലോ, നീ ഇത് എന്തെടുക്കുമായിരുന്നു? ഞാൻ ഇതിനകത്തൊരു വീഡിയോ കാണുമായിരുന്നു, ഇത് കണ്ടോ? ഭാര്യ 3 കിലോമീറ്റർ ഭർത്താവ് എടുത്തുകൊണ്ട് പോയെന്ന് പറയണേ. 3 കിലോമീറ്റർ? അതെന്താ, ഭാര്യയുടെ കയ്യോ കാലോ വല്ല ഒടിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ കയ്യോ കാലോ വല്ല ഒടിഞ്ഞ്, അതെ സ്നേഹത്തോടെ എടുത്തോണ്ട് പോയതാന്ന് പറയണ. സ്നേഹത്തോടെയോ? അതെ, എന്താ സ്നേഹത്തോടെ എടുത്തോണ്ട് പോകാൻ പാടില്ലെന്ന് ചോദിക്കും. അല്ല നീ ഇപ്പൊ ഇത് എന്തിനാ വർഷം എന്നോട് പറഞ്ഞെന്ന് ചോദിക്കാം. ഞാനെങ്ങാനും എടുക്കാൻ പറയാനാണോ? ദേ ഞാൻ ആകെപ്പാടെ ടയേർഡായിട്ട് വന്നിരിക്കുവാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു, അതെ ഈ കല്യാണത്തിന് മുമ്പ് മാത്രം പോരാ റൊമാൻസും കാര്യങ്ങളൊക്കെ, കല്യാണത്തിന് ശേഷം വേണം, എങ്കിലും ജീവിതം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയണം. ഓഹോ, അപ്പൊ ഇനി എടുത്തു പൊക്കിയിട്ടുള്ള റൊമാൻസ് ഒക്കെയാണോ വേണ്ടേന്ന് ചോദിക്കും. പിന്നല്ലാതെ നല്ല റൊമാൻസും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കുക ജീവിതത്തില്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയാം. എന്നെ കൊണ്ട് പറ്റില്ല നിന്നെ എടുത്തു വെക്കാനെന്ന് പറയാം. 3 കിലോമീറ്റർ? 3 കിലോമീറ്റർ ഒന്നും വേണ്ട, ഈ ഹാളിനകത്ത് ഒരു 3 റൗണ്ട് വെച്ചാൽ മതി എന്ന് പറയണം. 3 റൗണ്ടാ? അതെ, ഹാളിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 റൗണ്ടും കൂടെ വെച്ചോ, എന്താ കുഴപ്പമിരിക്കുന്നത്? ദേ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയണം. ഇതാ പറഞ്ഞത്,
ശ്രീകാന്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഒരു റൊമാൻസും ഇല്ല, അതുകൊണ്ടല്ലേ എന്ന് പറയണ. അവസാനം ശ്രീകാന്ത് പറഞ്ഞു, ഓ ഇനി ഇതിന്റെ പേരില് ഒരു വഴക്കുണ്ടാക്കണ്ട, എന്തേലും ആട്ടെ, ഞാൻ എടുത്തു പൊക്കാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ എടുത്തു പൊക്കി ഇങ്ങനെ കയ്യിൽ കോരി എടുത്തോണ്ട് ഇങ്ങനെ വലം വെക്കുവാണ് ഹാളിൽ കൂടി ഇങ്ങനെ. അപ്പോഴേക്കുമാണ് സച്ചിൻ രേവതിയും വരുന്നത്. ഈ കാഴ്ച കണ്ടു. ഇതെന്ത് കളിയാപ്പാ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇതെന്താടാ ശ്രീകാന്ത് എന്ന് ചോദിക്കാം. എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കണ്ടോ, കണ്ടു പഠിക്കുക, അത്ര സ്നേഹം ഉള്ളതുകൊണ്ടാണ് ശ്രീകാന്ത് വർഷ എടുത്തോണ്ട് വെക്കണോ നടക്കണേന്ന് പറയണേ. അത് കേട്ടിപ്പോ സച്ചു പറഞ്ഞു, നിന്നെ ഞാൻ എടുത്തു വെക്കണോ അല്ലേ, പണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോയ പടിക്കെട്ട് നിന്നെ എടുത്തോണ്ട് കേറിയതിന്റെ കേട് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എന്ത് ശരീരവേദനയാണെന്ന് അറിയാവോ, എന്തൊരു വെയിറ്റ് ആയിരുന്നു അറിയാമെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എടുത്തു വെക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. അതിനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ടല്ലേ ഈ പറയണെന്ന് ചോദിക്കും. പിന്നെ നിന്നെ എനിക്ക് എടുത്തു വെക്കാൻ പറ്റില്ല നിൽക്കും, പിന്നല്ലാതെ അന്നാ കാണിച്ചു തരാന്ന് പറഞ്ഞ് സച്ചി രേവതി എടുക്കുവാണ്. രേവതി എടുത്തോണ്ട് ഇങ്ങനെ വട്ടം കറങ്ങാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്യുവാണ്. ഈ സമയത്താണ് ശ്രുതിയും കൂടെ കമ്പനിയിൽ പോയിട്ട് വരുന്നത്. അവര് വരുമ്പോ ഈ കാഴ്ച കാണുന്നത്. ഇതെന്ത് കൂത്ത്, ഇത് കൊള്ളാലോ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുക, വേണമെങ്കിൽ ഈ കൂടെ ഒന്ന് കൂടിക്കോളാൻ പറയാണ്. കൂടാനോ, ഞാനാ? ശ്രുതിയുടെ ഫ്യൂസ് പോയി. അല്ലെങ്കിൽ തന്നെ മടുത്താണ് കടയിൽ നിന്ന് വരുന്നത്. ആ സമയത്ത് ഭാര്യയും കൂടെ എടുത്തു വരുത്തി ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാല് ദേ ഞങ്ങളോട് എൻജോയ് ചെയ്തോളാൻ പറയാണ്. അങ്ങനെ അവസാനം ശ്രുതിനെ എടുത്തു ഉയർത്താൻ നോക്കുക, എവിടുന്ന് പൊങ്ങണില്ല. ശ്രുതി 2 തവണ പരാജയപ്പെട്ടു. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്താ ശ്രുതി ഇത്, നാണക്കേട്, അവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന് പറയണ. അവസാനം ശ്രുതി ഒരു വിധത്തില് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ശ്രുതിനെ എടുത്തു പൊക്കി ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്. അങ്ങനെ അവര് 3 കൂട്ടരും കൂടെ എൻജോയ് ചെയ്യുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ പോയിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു, ഇതേ എപ്പോഴെപ്പോഴും നീ എന്നെ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയണേ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. അതെന്താ രവിയേട്ടന് വന്നാല് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ രവിയേട്ടനോട് പറഞ്ഞില്ലോ, എന്നെ എടുത്തോണ്ട് പറഞ്ഞൊന്നും അല്ല പറഞ്ഞേ, നടന്നു വന്നാ പേരെ എൻ്റെ കൂടെ, പിന്നെന്ത് കുഴപ്പം എന്താന്ന് ചോദിക്കണം. ഓ ഞാൻ ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ രവീന്ദ്രൻ പറയണേ. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് കയറി വരുമ്പോഴാണ്, വാതക്കൽ വരുമ്പോഴാണ് ഹാളിൽ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. 3 പേരും അങ്ങ് തങ്ങളുടെ ഭാര്യമാരെ എടുത്തോണ്ട് വട്ടം ചുറ്റുന്നത്. ഇത് കണ്ടപ്പോ രവീന്ദ്രൻ ഒരു നിമിഷം അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് കയറി വന്നു. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി ആകെപ്പടം ഞെട്ടിത്തിരിച്ചു പോയി. ഇതെന്താ ഇവിടെ നടക്കണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയേട്ടൻ എന്നെ താഴെ നിർത്താൻ പറയണം. സച്ചി നിർത്തിയില്ല. നിർത്ത് സച്ചിയേട്ടാന്ന് പറയണം. അങ്ങനെ നിർത്തി. അങ്ങനെ ബാക്കി എല്ലാവരും അവരുടെ ഭാര്യമാരെ താഴെ നിർത്തുവാണ്. ഇതെന്താ ഇവിടെ സംഭവിക്കണമെന്ന് ചോദിക്കാം. നിനക്കൊന്നും നാണമില്ലേന്ന് ചോദിക്കാണ്. എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. ഈ സമയം രേവതിയെ നോക്കിയിട്ട് ചോദിച്ചു, നീ ആയിരിക്കും ഇതിന്റെ പിന്നിലല്ലേ, നീ പറഞ്ഞിട്ടായിരിക്കും ബാക്കി 2 പേരും അവരുടെ ഭാര്യമാരെ എടുത്തിരിക്കുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അമ്മ എന്തിനാ പറയണെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ വർഷ പറഞ്ഞു, അതെ രേവതേച്ചിനെ കുറ്റപ്പെടുത്തണ്ട, ഞാനാ ഇതിന്റെ പിന്നില്, ഞാനാ പറഞ്ഞേ, ഞാൻ ശ്രീകാന്തോ ആദ്യം തുടങ്ങി വെച്ചേ, അതിനുശേഷം അവര് വന്നേന്ന് പറയണം. ഞങ്ങൾ 3 പേരും കൂടെ എൻജോയ് ചെയ്യുന്നതിന് അമ്മ എത്ര പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്താ ചന്ദ്രേ, കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ, അതിലിപ്പോ നിനക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, പിന്നെ കയറി വരുന്ന ഹാളിലല്ലേ ഇവരുടെ പേക്കൂത്ത്, ഇവർക്കെന്താ റൂമിൽ ഇപ്പൊ കിടന്ന് വട്ടം കറങ്ങി കൂടെ എന്ന് ചോദിക്കണം. ഹാളിൽ വന്ന് കിടന്ന് വേണോ ഈ കൂത്തൊക്കെ കാണിക്കാനെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾക്ക് റൂമില്ലല്ലോ, ഞങ്ങൾക്ക് ഹാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഹാളിലേക്ക് വന്നേന്ന് പറയണം. അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, സച്ചേട്ടന് വട്ടം കറങ്ങാനായിട്ട് ഹാളിലേ ഉള്ളൂ, റൂമില്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതിനിപ്പോ എന്താ, ടേണല്ലേ, ടേൺ അനുസരിച്ച് അങ്ങോട്ട് പോയാൽ പോരേന്ന് ചോദിക്കണം. അപ്പോഴേക്കും സുതി കയറി അടഞ്ഞു. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഈ ടേണൊന്നും പറ്റില്ല എന്ന് പറയാം. അതെന്താടാ? എന്നെ കൊണ്ട് പറ്റില്ല ഈ ടേണൊന്നും, എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല, ഞാൻ പണ്ടത്തെപ്പല്ലൊന്നും അല്ല, ഞാൻ ഒന്നാന്തരം ബിസിനസ്മാനാ, ഒരു ജോലിക്കാരനാ, നിലത്ത് വന്ന് കിടക്കാണെന്ന് എന്നെ കിട്ടില്ല എന്ന് പറയണം. അത് കേട്ടിന് സച്ചു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, നീ ആളെ കൊള്ളാലോ എന്ന് പറയണ. അച്ഛമ്മ പറഞ്ഞ എന്താ, അല്ല ഞാനൊരു കാര്യം പറയാം, ടേൺ അനുസരിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്ന് രവീന്ദ്രൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എന്താളും കിടക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ഓഹോ നിനക്ക് അത്രയ്ക്ക് ഇതാണോ, നീ കിടക്കുമല്ലോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവിടെ വഴക്ക് നടക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രവതി പറഞ്ഞു, അല്ല അവൻ ആ മുറി കിടന്നോട്ടെ, നിങ്ങൾക്ക് നിലത്ത് കിടന്ന എന്താ കുഴപ്പമൊന്നും സച്ചോടി ചോദിക്കുക. ഓ അപ്പൊ ഞങ്ങൾ നിലത്ത് കിടക്കണം അവന് വേണ്ടിയിട്ടില്ലേ, അത് കൊള്ളാലോ എന്ന് പറയണം. സുതി പറഞ്ഞു, ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജോലി ചെയ്തിട്ടാ വരുന്നേ, നിങ്ങളെപ്പോലെ ഒന്നും അല്ല ഞാനെന്ന് പറയണം. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, ഇതേ സുധിയേട്ടൻ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ, സുധിയേട്ടനെ പോലെ തന്നെ ബാക്കി എല്ലാവരും ഇവിടെ ജോലി ചെയ്തിട്ടാ വരുന്നേ, ഞാനാണെങ്കിലും സച്ചേട്ടനാണെങ്കിലും എല്ലാം അതേന്ന് പറയണം.
ആ സമയത്ത് ശ്രുതി പറഞ്ഞു, പിന്നെ നിങ്ങളെപ്പോലെയാണോ ഞാൻ വലിയ ബിസിനസ്മാൻ അല്ലേന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സച്ചു പറഞ്ഞു, എന്ത് ബിസിനസ്മാന്? അതെ, ശ്രീകാന്തിന്റെ കാര്യം എടുത്തു വെക്ക്. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തിട്ട് വരുന്ന, ഞാനിതുപോലെ വളയം പിടിച്ചിട്ട് വരുന്ന, ഇവിടെ രേവതി ആണുങ്ങൾ അടുക്കളപ്പടി എല്ലാവരും ഓരോരുത്തരുടെ പടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു, അതെ, എനിക്കും നല്ല ജോലിയുണ്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ക്ഷീണിച്ചാൽ ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങളും നിരത്ത് കിടന്ന് കാണണം, വർഷമല്ലേ പറഞ്ഞു വീട്ടിൽ പോകുന്നത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതിന് വീട്ടിൽ പോയില്ലല്ലോ, വീട്ടിൽ പോവാണ് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു, നിനക്കെന്താടി എല്ലാവരും വീട്ടിൽ പറഞ്ഞു വിടാഞ്ഞിട്ട് ധൃതിയാണെന്ന് ചോദിക്കണം. രേവതി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അമ്മേ, പിന്നെ അമ്മ എന്തിനാ എഴുതാപ്പുറം വായിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ എല്ലാവരും ഒരേപോലെ ജോലി ചെയ്തിട്ട് വരുന്ന, എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, നീ വെറും ഒരു ഷെഫ് മാത്രം അറിയാലോ, നിന്റെ ജോലിയൊന്നും അല്ല എന്റെ ജോലി. ശ്രീകാന്തിന് പിടിക്കോ? ശ്രീകാന്തോട് എന്റെ ജോലിയെ തൊട്ട് കളിച്ചാണ്ടല്ലോ. സുധേണ്ടപ്പല്ലൊന്നും അല്ല ഞാൻ. പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതിവിദഗ്ധമായ ഒരു കല തന്നെയാണ്. അത് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ അത് പ്രശ്നം ഉണ്ടാവും, അതുപോലെയല്ല എന്ന് പറയണം. നിങ്ങളെപ്പോലെ ഒന്നും അല്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കണം. രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കാൻ തുടങ്ങിയപ്പോ ചന്ദ്രമതി ഇടയ്ക്കിലേക്ക് കയറി, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ മുറിയുടെ പ്രശ്നം ഇതെപ്പ തീരുമെന്ന് ചോദിക്കണം. അവസാനം സച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് മുറിയൊന്നും വേണ്ട, ഞങ്ങൾ ഹാളിലാളും കിടന്നോളാന്ന് പറയണം. എവിടെ കിടന്നാലെന്താ, ഉറങ്ങിയാ പോരെ? രേവതി പറഞ്ഞു, അതെ അച്ഛാ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അച്ഛൻ പറഞ്ഞ്, മൂത്തയാള് ഒരു മുറി കിടക്കും, ഇളയാള് ഇപ്പുറത്തെ മുറി കിടക്കും, നടുവിലത്തെ ആളല്ലേ ഞാനതുകൊണ്ട് ഹാളിൽ കിടന്നോളാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രന് ഭയങ്കര സങ്കടമായിപ്പോയി. രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ ചന്ദ്രമതി പറഞ്ഞു കിടന്നോളാന്ന് പറഞ്ഞില്ലേ, പിന്നെ രവിയേണ്ണൻ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുകയാണ്. അവര് ഹാളിലോ ടെറസിലോ എവിടെയെങ്കിലും പോയി കിടന്നോട്ടെ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് ശ്രീകാന്തിനൊക്കെ സങ്കടമായി. പക്ഷെ ശ്രുതിക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടെന്ന് പറയണേ. എന്താ? രേവതിയോട് പറഞ്ഞു, മോള് പോയി ഒരു കാര്യം ചെയ്യാം, ഒരു പേനയും പേപ്പറും കൊടുത്തോണ്ട് ഞാൻ പറയണേ. പേനയും പേപ്പറോ? ആ അതെ. അങ്ങനെ പേനയും പേപ്പറും എടുക്കാൻ പോയ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, അല്ല എന്താ? ടേൺ അനുസരിച്ച് എങ്ങാനും ഇനി ഇടാനാണോ എന്ന് ചോദിക്കണം. വർഷം പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും, ഇന്ന ദിവസം ഇന്ന ആൾക്കാർ ഹാളിൽ കിടക്കണം, അതിനുവേണ്ടി ആയിരിക്കും എന്ന് പറയണം. പക്ഷെ രവീന്ദ്രന്റെ കൈ പേനയും പേപ്പറും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ, വീട്ടു ചെലവിനായിട്ട് എല്ലാവരും മാസം എത്ര രൂപ വെച്ച് തരുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, വീട്ടു ചെലവിനോ? ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അതിന് വീട്ടു ചെലവെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണത്തില്ല, അവന് വീട്ടു ചെലവിനായിട്ട് പൈസയൊന്നും തരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവന് ഇത്ര പുത്തിരിയായിട്ട് തോന്നുന്നത്, അവൻ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമല്ലേ എന്ന് പറയണ. ഇത്രയും കാലം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നതെന്ന് പോലും അവൻ അറിയില്ല എന്ന് പറയണ. അല്ലച്ചാ ഈ പൈസയൊക്കെ എന്തിനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചു പറഞ്ഞു, എടാ ഇത്രയും കാലം നിന്നെ കോളേജിൽ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ച സമയത്ത് നീ ഓരോ ആവശ്യങ്ങൾ വന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ ചോദിച്ചിട്ടില്ലോ അത് ഏതിനാന്നൊക്കെ ചോദിച്ചു പൈസ തരാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ അച്ഛൻ ചോദിച്ചാൽ നിനക്കെന്താ കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അല്ല സുധിയോട് ചോദിച്ചതിന് ഉത്തരം പറ, എത്ര രൂപ വീട്ടു ചെലവിനായിട്ട് കൊടുക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതിനെ നോക്കുകയാണ്. ശ്രുതി പതുക്കെ വിരലിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്, കൈ കൊണ്ട് എത്രയാന്ന് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി അത്രയ്ക്ക് നോക്കിയിട്ട് പറഞ്ഞു, 3000 രൂപ എന്ന് പറയാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ വിരൽ കാണിക്കുന്ന ബാക്കി എല്ലാരും കണ്ടായിരുന്നു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, എണ്ണാൻ അറിയത്തില്ലടാ ശ്രുതി, നിനക്ക് 8000 രൂപ കാണിച്ചേക്കുന്നത്, കൈ നോക്ക എത്ര വെള്ളം മടക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കാൻ പറയാണ്. ആ സമയം ശ്രുതി നോക്കിയപ്പോൾ ശരിയാണ്, 8000 ആണ്. ശ്രീകാന്ത് പറഞ്ഞു, വലിയ പഠിപ്പിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എണ്ണാൻ പോലും അറിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, 8000 രൂപയോ? 8000 രൂപയ്ക്ക് എന്തിനാ കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടേ ശ്രുതി പറഞ്ഞു, കൊടുക്കണമെന്ന് പറയാം. ശ്രുതിക്ക് ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും നാളും ഹോസ്റ്റൽ അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, പൈസ കൊടുക്കണമെന്നായി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ട്. രേവതിയോട് സച്ചിയോടും ചോദിച്ചു, എത്ര രൂപ കൊടുക്കുമെന്ന്. അപ്പോഴേക്കും സച്ചിയോട്, രേവതി നീ കൈ കാണിക്കാൻ പറയാണ്. ഞാൻ എന്തിനാ കൈ കാണിക്കുന്നേ? സച്ചിയാണ് തന്നെ കൂടെ തീരുമാനിച്ചാൽ മതി, ഞാൻ കൈ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എന്നാലും കൈ കാണിക്കാൻ പറയണം. രേവതി 10 വിരൽ ഉയർത്തിക്കടിച്ചു. 10000 രൂപ, അതെ ഞങ്ങൾ 10000 രൂപ തരുമെന്ന് പറയണം. ചന്ദ്രമതിയുടെ മുഖവും കൂടെ മാറി, ശ്രുതിയുടെ മുഖവും കൂടെ മാറി. കണ്ടോ, എൻ്റെ ഭാര്യ പറഞ്ഞു 10000 രൂപ ഞങ്ങൾ തരുന്നതെന്ന് പറയണേ. പിന്നീട് വർഷയോട് ശ്രീകാന്തനോടും ചോദിച്ചു, അവരും 10000 രൂപ പറഞ്ഞു. ഈ സമയത്ത് അതും ഒരു ബുക്കേൽ അങ്ങോട്ട് എഴുതി വെക്കുവാണ്. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, അല്ല നീ മാത്രം എന്താ ശ്രുതി 8000 രൂപയെന്ന് ചോദിക്കുക? പിന്നെ 8000 രൂപ തന്നെ എത്ര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, നീ വലിയ ബിസിനസ്മാൻ അല്ലേ, നീ അല്ലേ ഏറ്റവും കൂടുതൽ കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കണം. ശ്രുതി ശരിക്കും ഒന്ന് നാണം കെട്ടു. പക്ഷെ എന്തായാലും പറയാനായിട്ട് പറ്റുമോ? ആ സമയത്ത്
ചന്ദ്രമതി ശ്രുതിനെ ഒന്ന് നോക്കുകയാണ്. പെട്ടെന്ന് രേവതി പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെതായ ഒരു വരുമാനം കൂടെ തരാമെന്ന് പറയാണ്. മോളുടേതായോ? അതെ, ഞാനും പൂകെട്ടി അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാസം ഒരു 2000 രൂപ വെച്ച് ഞാനും തരാമെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ വലിയ കാര്യമായി, ലക്ഷങ്ങൾ തരുന്ന പോലെയല്ലേ 2000 രൂപ എന്ന് പറയുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, അതെ ഇവളുടെ 2000 രൂപയ്ക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന് പറയാണ്, അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാ. ഓ പിന്നെ ഒരു അധ്വാനി വന്നിരിക്കുന്നു. അല്ല, അമ്മയ്ക്കും ഉണ്ടല്ലോ ഒരു ഡാൻസ് ക്ലാസ്, അമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തായെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ചിരി വന്നു. സച്ചി പറഞ്ഞു, ആ ടീച്ചർ മാത്രമേ ഉള്ളല്ലേ, കുട്ടികളൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി പാളീസായി പോയിട്ടുണ്ടായിരുന്നു. ഒറ്റ കുട്ടികൾ പോലും ഇല്ലായിരുന്നു. ആകെപ്പാടെ നാണം കിട്ട് ചന്ദ്രമതി ഇരിക്കുവാണ്. അവസാനം ശ്രുതിയോട് ചോദിച്ചു, എത്രയാണെന്ന് തരുന്നത്, ശ്രുതിയുടെ വീതം എന്തെങ്കിലും ഉണ്ടോന്ന്. ശ്രുതി 5000 രൂപ പറഞ്ഞു കഴിയുമ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല. നമ്മൾ 8000 രൂപ ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനാ നീ 5000 രൂപ കൂടെ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ശ്രുതി വിട്ടില്ല. അവസാനം വർഷം പറഞ്ഞു, ഞാൻ 10000 രൂപ തരാമെന്നും പറയാണ്. അങ്ങനെ പൈസ കണക്കൊക്കെ എഴുതി വെച്ചു. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, എല്ലാവരും 5-ാം തീയതി ആകുമ്പോൾ എൻ്റെ കയ്യിലേക്ക് പൈസ തന്നാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ കയ്യിൽ തരേണ്ട കാര്യമില്ല, എൻ്റെ കയ്യിൽ എല്ലാവരും ഏൽപ്പിച്ചാൽ മതി, ഇനി പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നതെന്ന് പറയണം. ചന്ദ്രമതി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.